DTHനും കേബിളിനും ഒന്നും ഇനി മാസം പണം മുടക്കേണ്ടതില്ല. നമുക്ക് ഫോണിൽ എന്തായാലും റീചാർജ് ചെയ്യണമല്ലോ. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ കാണുന്ന ചാനലുകളും കളികളും എല്ലാം ഒരു LED ടിവിയുടെ പകുതി പോലും മുടക്കില്ലാതെ തിയേറ്ററിൽ കാണുന്നത് പോലെ വലിയ സ്ക്രീനിൽ ഇനി നമ്മുടെ വീട്ടിലും കാണാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓൺ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഓപ്ഷനുകളുമുള്ള ഒരു LED പ്രൊജക്ടറാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്നും ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നും ഇതിന്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇനി നമ്മൾ ഇതിന്റെ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇത് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. നന്നായി പാക്ക് ചെയ്ത രീതിയിലാണ് ഈ പ്രൊജക്ടർ വന്നിട്ടുള്ളത്. ഈ പ്ലാസ്റ്റിക് കവറിനകത്ത് മറ്റൊരു സ്പോഞ്ച് കൊണ്ടുണ്ടാക്കിയ ബോക്സിനകത്താണ് പ്രൊജക്ടറും അനുബന്ധ ഉപകരണങ്ങളും എല്ലാം വെച്ചിട്ടുള്ളത്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഈ പ്രൊജക്ടർ ഉണ്ട്. പിന്നെ കൂടെ തന്നെ അതിൻ്റെ യൂസർ മാനുവൽ, പവർ കേബിള്, പിന്നെ മറ്റു കണക്ഷൻ കേബിളുകൾ ഒക്കെയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. പ്രൊജക്ടർ ഞാനിവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കിവിടെ കാണാം ഇംഗ്ലീഷിലുള്ള ഒരു യൂസർ മാനുവലും ഉണ്ട്. പിന്നെ ഒരു പവർ കേബിളാണ്, അതൊരു ഫിലിപ്സ് ടൈപ്പ് AC കോഡാണ്. പിന്നെ ഇതിൻ്റെ റിമോട്ട് കൺട്രോളും ഉണ്ട്. റിമോട്ട് കൺട്രോളും പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ലഭിക്കുന്നത് ഒരു AV കോഡാണ്. ഇതിലേക്ക് ഇൻപുട്ടായിട്ട് AV കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേബിളാണ് ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത്. അത് സ്റ്റീരിയോ ടു 3RCA സോക്കറ്റ് വരുന്ന ഒരു കേബിളാണുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ഫുൾ ഫങ്ഷൻ റിമോട്ട് കൺട്രോളും ഉണ്ട്. ഈ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ട് ഈ പ്രൊജക്ടറിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന യൂസർ മാനുവലിൽ ഈ പ്രൊജക്ടറിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മുഴുവനായിട്ട് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഫംഗ്ഷനുകളും വളരെ നന്നായിട്ട് തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇനി നമ്മുടെ പ്രൊജക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് പുറത്തേക്ക് ലൈറ്റ് വരുന്ന ലെൻസ് ഉണ്ട്. പിന്നെ ഇടത് ഭാഗത്ത് വരുന്നത് അതിൻ്റെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കീ ഉണ്ട്. അതുപോലെ തന്നെ പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള സോക്കറ്റ് ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരാം. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വരുന്നത് ബട്ടണുകളാണ്. നമ്മൾ റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഈ ബട്ടണുകൾ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രൊജക്ടറിനെ ഉപയോഗിക്കാൻ കഴിയും. പിന്നെ വരുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു HDMI പോർട്ട്, ഒരു AV ഇൻപുട്ട് പോർട്ട്, അതുപോലെ തന്നെ സ്പീക്കറും ബാക്ക് സൈഡിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ വലത് സൈഡിലേക്ക് വന്നാൽ 2 USB സോക്കറ്റുകളും ഒരു ഹെഡ്ഫോൺ സോക്കറ്റുമാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി സർട്ടിഫിക്കറ്റിൻ്റെയും അതിൻ്റെ വർക്കിംഗ് വോൾട്ടേജിൻ്റെയും ഒക്കെ കാണിക്കുന്ന രീതിയിലുള്ള 2 സ്റ്റിക്കറുകളുണ്ട്. പിന്നെ ഇത് ട്രൈപോഡിൽ മൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനും അതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു നട്ട് ഉപയോഗിച്ചിട്ട് ട്രൈപോഡിൽ മൗണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോക്കസിൻ്റെ ഇടത് ഭാഗത്തുള്ള കീ ഇതുപോലെ മുകളിലേക്കും താഴേക്കും ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ ലെൻസിനെ മുമ്പോട്ടും പിമ്പോട്ടും ആക്കാൻ പറ്റും. അതായത് നമ്മൾ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ വ്യക്തത ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫോക്കസിൻ്റെ കീ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഏതെങ്കിലും സെറ്റ് ടോപ്പ് ബോക്സിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ പ്ലെയറിൽ നിന്നോ കണക്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഈ AV കേബിൾ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഇൻപുട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ സെറ്റ് ടോപ്പ് ബോക്സിൽ AV ഇല്ല, HDMI മാത്രമാണ് ഉള്ളതെങ്കിൽ അതിനടുത്ത് തന്നെയുള്ള HDMI പോർട്ടിലേക്ക് HDMI കേബിൾ വഴി കണക്ട് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ വലതുഭാഗത്ത് ഒരു ഹെഡ്ഫോൺ സോക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിലേക്ക് നമുക്കൊരു ഹെഡ്ഫോൺ കണക്ട് ചെയ്തിട്ട് ഹെഡ്ഫോണിലൂടെ ഓഡിയോ കേൾക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പുറകുവശത്തുള്ള സ്പീക്കറിലൂടെ ലഭിക്കുന്ന സൗണ്ട് നമുക്ക് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഓക്സിലറി കേബിൾ ഇതിൻ്റെ ഹെഡ്ഫോൺ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ട് അത് നമ്മുടെ വലിയ സൗണ്ട് സിസ്റ്റങ്ങളുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സൗണ്ട് സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്ന അത്രയും വലിയ രീതിയിലുള്ള സൗണ്ടിൽ നമുക്ക് ഓഡിയോ കേൾക്കാൻ പറ്റും. പിന്നെ ഈ പ്രൊജക്ടറിൻ്റെ മറ്റുള്ള ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാം. ഈ ബോക്സിൽ തന്നെ എല്ലാം വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഇത് വൈഫൈ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഫുൾ HD വീഡിയോ നമുക്ക് ഇതിലൂടെ പ്ലേ ചെയ്ത് കാണാൻ പറ്റും. പിന്നെ ഇത് ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അത് ഐഫോണുമായിട്ടോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോണുമായിട്ടോ എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ 200 ഇഞ്ച് വരെ ഇതിൻ്റെ സ്ക്രീൻ സൈസ് നമുക്ക് വലുതായി കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ LED ലൈഫ് ടൈം എന്ന് പറയുന്നത് 30,000 മണിക്കൂറാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷനുകളെല്ലാം ഇതിൻ്റെ ബോക്സിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സപ്ലൈ കണക്ട് ചെയ്ത് ഈ പ്രൊജക്ടർ ഒന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. ഇതിൻ്റെ പവർ സപ്ലൈ സോക്കറ്റിലേക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന AC കോഡ് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് സപ്ലൈയുമായിട്ട് കണക്ട് ചെയ്ത് ഓൺ ചെയ്യുകയാണ്. ഇത് ഓൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഇതിലൊരു ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. അതിപ്പോൾ റെഡ് ഇൻഡിക്കേറ്ററാണ് ഉള്ളത്. പ്രൊജക്ടർ ഇപ്പോൾ സ്റ്റാൻഡ് ബൈയിലാണുള്ളത്. നമ്മൾ പവർ ബട്ടൺ ഞെക്കുന്നതോടുകൂടി ഇതിൻ്റെ റെഡ് ഇൻഡിക്കേറ്റർ മാറിയിട്ട് ബ്ലൂ ആയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിലെ ലെൻസിലൂടെ ലൈറ്റും പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിനി സ്ക്രീനിലേക്ക് അടിച്ചാൽ മതി.
ഈ പ്രൊജക്ടർ വർക്ക് ചെയ്യുന്നതിന് ആകെ 48 വാട്ട് മാത്രമാണ് പവർ ഉപയോഗിക്കുന്നത്. വലിയ സൈസിലൊക്കെയുള്ള LED ടിവികൾ വർക്ക് ചെയ്യണമെങ്കിൽ 75-80 വാട്ട് വരെയൊക്കെ പവർ ആവശ്യമായിട്ട് വരും. എന്നാൽ വെറും 48 വാട്ട് കറണ്ട് മാത്രം ഉപയോഗിച്ചുകൊണ്ട് 200 ഇഞ്ച് വരെ സ്ക്രീൻ സൈസ് വലുതാക്കിയിട്ട് നമുക്ക് ഈ പ്രൊജക്ടർ വഴി വീഡിയോ കാണാൻ പറ്റും. നമ്മൾ തിയേറ്ററിലൊക്കെ കാണുന്നത് പോലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കാണണമെന്ന് മാത്രം. ഇപ്പോൾ നമ്മുടെ പ്രൊജക്ടർ ഓണായി ഇതിൽ നിന്നുള്ള വീഡിയോ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാൻ പറ്റും. നമുക്കിതൊരു സ്ക്രീനിലേക്ക് അടിച്ചു നോക്കാം. ഇപ്പോൾ നമ്മുടെ പ്രൊജക്ടർ ഇതിൻ്റെ ഉയരമെല്ലാം ക്രമീകരിച്ച് ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നുള്ള ലൈറ്റ് നമ്മൾ അടിക്കാൻ പോകുന്നത് ഇവിടെ ഈ കാണുന്ന വെള്ള ചുമരിലേക്കാണ്. എൻ്റെ കയ്യിൽ സ്ക്രീനൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളിവിടെ വെള്ള ചുമര് കിട്ടിയപ്പോൾ അതിലേക്ക് അടിച്ചിട്ടാണ് വീഡിയോ കാണാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ റൂമിലെ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രൊജക്ടറിൽ നിന്നുള്ള വീഡിയോ വളരെ വ്യക്തമായിട്ട് തന്നെ ചുമരിൽ നന്നായിട്ട് കാണുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 110-150 ഇഞ്ചിൻ്റെ ഉള്ളിലൊക്കെ ആയിരിക്കും ഇപ്പോൾ ഇതിൻ്റെ വലിപ്പം ഉണ്ടാവുക. ഇവിടെ നമുക്ക് മാക്സിമം ഇത്രയും സ്ഥലം മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു റേഞ്ചിൽ ഒരു 150 ഇഞ്ച് വരെയൊക്കെ നല്ല വ്യക്തമായിട്ട് തന്നെ ഇത് കാണാൻ പറ്റുന്നുണ്ട്. അതിലുള്ള എഴുത്തുകളൊക്കെ നമുക്ക് വായിക്കാനും പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാനിതിൽ യൂട്യൂബാണ് പ്ലേ ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ നിലവിൽ ഇതിലേക്ക് വൈഫൈ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈഫൈ ഉള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ ഇതിലുള്ള യൂട്യൂബ് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ യൂട്യൂബിൽ നിന്നുള്ള വീഡിയോ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. പിന്നെ ഇത്തരം പ്രൊജക്ടറുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ പ്രൊജക്ടർ പല സ്ഥലത്തായിരിക്കും വെക്കുക. അപ്പോൾ നമുക്ക് സീലിങ്ങിൽ വെക്കുന്നതിനും അതുപോലെ ഈ സ്ക്രീനിൻ്റെ പുറകിൽ നിന്ന് അടിക്കുന്നതിനും മുമ്പിൽ നിന്ന് അടിക്കുന്നതിനും ഒക്കെ ഇതിൽ ഓപ്ഷനുകളുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ഇപ്പോൾ ഈ കാണിക്കുന്നത് പോലെ ഈ സെറ്റിങ്സ് എടുത്തിട്ട് സ്ക്രീനിനെ വലതും ഇടത്തും അതുപോലെ മുകളിലേക്കും താഴേക്കും ഒക്കെ ആക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രൊജക്ടർ വെക്കുന്ന സ്ഥലത്തിനനുസരിച്ച് ആവശ്യമെങ്കിൽ ഈ സെറ്റിങ്സിൽ മാറ്റം വരുത്തിയാൽ മതി. പിന്നെ ഇതിൻ്റെ പിക്ചർ സെറ്റിങ്സിൽ നമുക്ക് ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, കളർ, ഷാർപ്പ്നെസ് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ സൗണ്ടിൽ സെറ്റിംഗ് ഉണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് ആവശ്യാനുസരണം ചെയ്യാവുന്ന രീതിയിലുള്ള എല്ലാ ഓപ്ഷനുകളും ഇതിലുണ്ട്. ഇപ്പോൾ ഈ കാണിക്കുന്ന സോഴ്സിൻ്റെ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന AV അല്ലെങ്കിൽ HDMI, USB ഒക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് ഫോണുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ മിറർ കാസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫോണിലെ കാസ്റ്റിൻ്റെ ഓപ്ഷൻ ഓൺ ആക്കി കൊടുക്കണം. നിങ്ങൾക്കിവിടെ കാണാം, ഇതിൽ കാസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ചെയ്താൽ നമുക്ക് ഈ പ്രൊജക്ടറിൻ്റെ പേര് ഇതിൽ കാണിക്കുന്നതാണ്. അത് പല ഫോണിലും പല പേരിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ മിറർ സ്ക്രീൻ അല്ലെങ്കിൽ മിറർ കാസ്റ്റ് അല്ലെങ്കിൽ ഇതുപോലെ കാസ്റ്റ് എന്നൊക്കെ ആയിരിക്കും പേരുണ്ടാവുക. അപ്പോൾ അത് ഓൺ ചെയ്തിട്ട് ഇതുപോലെ നമ്മുടെ പ്രൊജക്ടറിൻ്റെ പേര് കാണിക്കുന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കണക്റ്റ് ആവും. അത് കണക്റ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, നമ്മുടെ ഫോണും ഈ പ്രൊജക്ടറുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഫോണിൽ കാണുന്നതെല്ലാം അതേപോലെ തന്നെ വലിയ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഫോണിൽ പ്ലേ ചെയ്യുന്ന യൂട്യൂബോ അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്ലിക്കേഷന്, ഏതെങ്കിലും ഒരു ചാനലിൻ്റെ ആപ്ലിക്കേഷനൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴിയൊക്കെ പ്ലേ ചെയ്യുന്നത് അതേപോലെ തന്നെ വലിയ സ്ക്രീനിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു പ്രൊജക്ടർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സെറ്റ് ടോപ്പ് ബോക്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വീഡിയോ പ്ലെയറിൽ നിന്നൊക്കെ ഇതിലേക്ക് കണക്ട് ചെയ്ത് ഇതുപോലെ വലിയ സ്ക്രീനിൽ കാണാം. അതേപോലെ തന്നെ എന്തായാലും നമ്മൾ ഫോണിൽ നെറ്റ് റീചാർജ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും, നമുക്ക് മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഇൻ്റർനെറ്റ് ആവശ്യമായതുകൊണ്ട്. ഇതുപോലത്തെ ഒരു പ്രൊജക്ടർ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ഫോണിൽ മിക്കവാറും ചാനലുകളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ എല്ലാവരും കൂടി ഇരുന്നിട്ട് ബിഗ് സ്ക്രീനിൽ ഈ കണ്ടുകൊണ്ട് നമുക്ക് ഈ ഫോൺ റീചാർജ് ചെയ്യുന്നത് മുതലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് DTHും കേബിൾ TV ഒന്നും ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതിനേക്കാൾ ഓപ്ഷൻ കൂടിയതും ഇതിനേക്കാൾ വില കുറഞ്ഞതുമൊക്കെ ആയിട്ടുള്ള നിരവധി പ്രൊജക്ടറുകളുടെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെയൊക്കെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. ഈ പ്രൊജക്ടർ എനിക്ക് നല്ലൊരു ഓഫറിൽ കിട്ടിയതാണ്. ഇതിന് 5900 രൂപയാണ് ഇതിൻ്റെ ശരിക്കും വില വരുന്നത്. ഇത് ഓഫറിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ വൈഫൈ കണക്ട് ചെയ്ത് കാണാവുന്ന മറ്റു പ്രൊജക്ടറുകളുടെ വീഡിയോകൾ കാണുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുന്നതിനും ഇത്തരം പ്രോഡക്റ്റുകൾ ഓൺലൈനായിട്ട് വാങ്ങുന്നതിനുമൊക്കെയുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണാവുന്നതാണ്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്